ശ്രീ എൻ ശ്രീകുമാർ ചേരുന്നു, രാഷ്ട്രീയ നിരീക്ഷകൻ. ശ്രീകുമാർ, ഇവിടെ അയോധ്യ ക്ഷേത്രം അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ ആയുധമാക്കണം എന്ന് പറയുന്ന BJP, ഇല്ലെങ്കിൽ നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തത് പ്രകാരം ആ തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുകൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസിന് ഇന്ത്യയിലോ നമ്മുടെ സംസ്ഥാനത്തേക്ക് വന്നാൽ സംസ്ഥാനത്തോ കൃത്യമായ ഒരു നിലപാട് എടുക്കാൻ കഴിയാത്ത ആശയക്കുഴപ്പത്തിലേക്ക്, ആ ഒരു സമ്മർദ്ദത്തിലേക്ക് കടക്കേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ച് താങ്കൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഏത് തരത്തിലായിരിക്കും അത് മറികടക്കാൻ കോൺഗ്രസിന് സാധിക്കുക? രാമക്ഷേത്രത്തിന്റെ ആ ഒരു പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് കോൺഗ്രസ് നേതാക്കൾക്ക് കത്തയച്ചു. അത് പോണോ പോകണ്ടോ എന്ന് കോൺഗ്രസ് തീരുമാനിക്കും. വ്യക്തിപരമായിട്ടാണെങ്കിലും അല്ലെങ്കിലും ചിലപ്പോൾ അവർ പോയെന്നിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രതിനിധി സംഘം ഏതെങ്കിലും സമയത്ത് പോയെന്നിരിക്കും, അല്ലെങ്കിൽ പ്രതിഷ്ഠാന്റെ പിറ്റേന്ന് പോയെന്നിരിക്കും. അതൊക്കെ കോൺഗ്രസ് തീരുമാനിക്കുന്ന കാര്യങ്ങളുള്ളൂ. പക്ഷെ BJPയുടെ ഒരു രാഷ്ട്രീയ കളി അതെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. CPM-ഉം CPI-യും കോൺഗ്രസും മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ എടുത്തുചാടി അഭിപ്രായം പറഞ്ഞ ഒരു നിലപാടാണ് നമ്മുടെ സമസ്തയുടെ മുഖപത്രം കാണിച്ചത്. കോൺഗ്രസ് ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് കോൺഗ്രസിന്റെ കാര്യം എങ്ങനെ തീരുമാനിക്കണമെന്ന് സമസ്തയുടെ എഡിറ്റോറിയൽ ബോർഡ് അല്ലല്ലോ തീരുമാനിക്കുക. അത് അവരെ ആ ഒരു അവർക്കൊന്ന് ക്ഷമിക്കാമായിരുന്നു സംസ്ഥയുടെ എഡിറ്റോറിയൽ ബോർഡിന്. ഞാൻ അവരുടെ അഭിപ്രായത്തെ ഞാൻ കണ്ടിട്ടില്ല. അത് അവർക്ക് വിടാം. ഇപ്പൊ നമ്മുടെ വിഷയം നമുക്കിവിടെ കോൺഗ്രസിന് ഇത് എടുക്കാൻ പറ്റുന്നില്ല, നിലപാടിലേക്ക് കടക്കാൻ പറ്റുന്നില്ല, ഒരാശയക്കുഴപ്പം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ദേശീയ തലത്തിൽ വിട്ടാൽ പോലും സംസ്ഥാന തലത്തിൽ എന്തുകൊണ്ട് അത് ഉണ്ടാവുന്നു? പല നേതാക്കളും പല അഭിപ്രായത്തിൽ, പല തീരുമാനത്തിൽ നിൽക്കുന്നു. കൃത്യമായിട്ടൊരു നിർദ്ദേശം കേന്ദ്രത്തിൽ നിന്ന്, ദേശീയ നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുന്നില്ല. ഇവർക്കൊരു അഭിപ്രായം അവിടേക്ക് അറിയിക്കാൻ കഴിയുന്നില്ല. അത്തരത്തിൽ സമ്മർദ്ദത്തിലായി പോയില്ലേ കോൺഗ്രസ്? ഒരു സമ്മർദ്ദമില്ല. ഇതിന് തീരുമാനം എടുക്കാൻ സമയം വേണ്ടേ? ചുമ്മാ ഒരു കത്തിട്ടുമ്പോഴത്തേക്കും പിറ്റേന്ന് തീരുമാനം പറയാ. കോൺഗ്രസ് പറഞ്ഞ പ്രാദേശിക പാർട്ടിയല്ല. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അതായത് ഭൂരിപക്ഷ വികാരവും ന്യൂനപക്ഷ വികാരവും ഇതുപോലെ അംഗീകരിച്ചുള്ളവരും അതേപോലെ നിലപാടാണ് കോൺഗ്രസ് എടുക്കുന്നത്. ആ നിലപാട് എടുക്കാൻ അവർക്ക് സമയമുണ്ടെന്ന്, ഇഷ്ടംപോലെ സമയമുണ്ട്. ഇനിയും പിറ്റേന്ന് തന്നെ എടുക്കണമെന്ന് പറയാൻ ഈ നാട്ടിലുള്ള മറ്റുള്ള സംഘടനകൾക്ക് എന്താ അവകാശമുള്ളത്? കോൺഗ്രസിന്റെ ആ സമയത്തൊരു തീരുമാനം പ്രഖ്യാപിക്കും. അത് കോൺഗ്രസിന്റെ പ്രതിനിധി സംഘം പോയെന്നിരിക്കും. അതൊക്കെ വേറെ വിഷയങ്ങളാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, CPI മുഖപ്രസംഗം ചെയ്തിട്ടുണ്ട് ഇന്നലെ ജനീകം പത്രം. അതായത് ഒരു ക്ഷണക്കത്തയച്ച് പങ്കെടുത്താലും അവർ വിഷയമാക്കും, പങ്കെടുത്തില്ലെങ്കിലും BJP വിഷയമാക്കും എന്ന് പറഞ്ഞ CPI ആണ്. ആ നിലപാട് ആലോചിക്കുക. അതാണ് സത്യസന്ധമായ നിലപാട് പറയുന്നത്. കോൺഗ്രസിനെ വെട്ടിലാക്കാൻ വേണ്ടി ഒരു കത്തയച്ചു രാമജന്മഭൂമി ട്രസ്റ്റ് എന്ന് വിചാരിച്ചുള്ളൂ. അക്കാര്യത്തിൽ കോൺഗ്രസിന് പക്ഷെ അത് രണ്ട് കൈയും നീട്ടി സന്തോഷത്തോടെ സ്വീകരിച്ചു എന്നുള്ള കാര്യം ദിഗ്വിജയ് സിംഗ്, സോണിയാഗാന്ധി സ്വീകരിച്ചു എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അറിയാതെ പുറത്തു പോയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. കയ്യിൽ നിന്ന് അറിയാണ്ട് പുറത്തു പോയതല്ല. ഒരു ക്ഷണക്കത്ത് കിട്ടുമ്പോ സന്തോഷം എന്ന് പറയും. അതിനെന്താ തെറ്റുള്ളത്? രാമക്ഷേത്രം എന്ന് പറയുന്നത് അവിടെയാണ് ഈ മതനിരപേക്ഷത തകർത്ത നീക്കം എന്ന് മറ്റ് പാർട്ടികൾ, ഇന്ത്യ സഖ്യത്തിലെ പോലും മറ്റ് ഭൂരിപക്ഷ പാർട്ടികൾ അഭിപ്രായപ്പെടുന്ന ഒരു കാര്യത്തെ കോൺഗ്രസ് മാത്രം അനുകൂലിക്കുന്നതിലുള്ള അതൃപ്തി, അത് ഇനി തെരഞ്ഞെടുപ്പ് വരാനിരിക്കുമ്പോൾ പോലും വലിയ രീതിയിൽ അടിയാവില്ലേ? അപ്പൊ കോൺഗ്രസ് അല്ലേ അവിടെ കൃത്യമായി തീരുമാനം എടുക്കേണ്ടത്? അതായത് കോൺഗ്രസിന്റെ മേൽ കുതിര കയറാൻ വളരെ എളുപ്പമാണ്. ഇല്ലേ? BJP വളരെ രൂക്ഷമായി വിമർശിച്ചിരുന്ന നമ്മുടെ സഭാ നേതാക്കന്മാരെ ക്രിസ്മസ് ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ച് വിരുന്നു കൊടുത്തപ്പോൾ നമ്മുടെ മറ്റ് പല ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അഭിപ്രായമൊന്നും ഉണ്ടായില്ലല്ലോ. അതെന്താണ്? കോൺഗ്രസിന്റെ മേൽ എന്തു ആകാമെന്നാണോ? കോൺഗ്രസ് തീരുമാനം എടുക്കും. ആ തീരുമാനം എന്ന് പറയുന്നത് അവരുടെ ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണിത്. കാരണം എന്താ വെച്ചാൽ ന്യൂനപക്ഷം എന്ന് പറയുന്നത് കോൺഗ്രസിനൊപ്പം നിൽക്കുന്നവരാണ്. രാമക്ഷേത്രത്തിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്താൽ ന്യൂനപക്ഷം കോൺഗ്രസിൽ നിന്ന് ഒലിച്ചു പോകും എന്നൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ മണ്ടത്തരമാണ്. നിങ്ങൾ ന്യൂനപക്ഷത്തെ ഇങ്ങനെ അവഹേളിക്കരുത്. ന്യൂനപക്ഷ വിഭാഗമാണ് എക്കാലത്തും കോൺഗ്രസിനൊപ്പമുള്ളത്. ഇന്ന് മുസ്ലിം ലീഗിന്റെ മുഖപത്രത്തിലെ പ്രധാന ഹെഡിങ് എന്താണെന്നറിയാമോ? രാഹുൽ ഗാന്ധിയുടെ യാത്രയാണ്. അല്ല, താങ്കൾ പറഞ്ഞ ന്യൂനപക്ഷത്തിന്റെ കാര്യത്തിൽ ഞാൻ ഉറപ്പായി താങ്കൾ പറഞ്ഞതിനോട് യോജിക്കുന്നു. പക്ഷെ ഇവിടെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഭൂരിപക്ഷ നിലപാട് മറികടന്ന് മുൻപോട്ട് പോകാൻ ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസിന് പരിമിതികളില്ലേ? ഇല്ലില്ല. ന്യൂനപക്ഷ അതായത് ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് പ്രാദേശിക പാർട്ടികൾ ഉൾപ്പെടുന്ന കൂട്ടായ്മയാണ്. അവിടെ വ്യത്യസ്ത അഭിപ്രായം എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ നോക്കൂ, തൃണമൂൽ കോൺഗ്രസിന്റെ കാര്യം തന്നെ നോക്കൂ. അവർ ഒരു പക്ഷേ പങ്കെടുക്കുന്നുണ്ടാവില്ല. അക്കാര്യത്തിൽ അവർ തെരഞ്ഞെടുപ്പ് ധാരണയിൽ CPM-ഉം തൃണമൂൽ കോൺഗ്രസും തമ്മിൽ തെറ്റിയില്ലേ? രണ്ട് ഇന്ത്യ മുന്നണിയിലുള്ളവരല്ലേ? ആ വ്യത്യസ്ത അഭിപ്രായം. പക്ഷെ ഇതല്ല രാമക്ഷേത്ര നിർമ്മാണം എന്ന് പറയുക, ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് ഒരു വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. അത് കോൺഗ്രസിൽ വിശ്വാസമുള്ള ആരെങ്കിലും പോയാൽ ഇതൊരു സാധാരണ ക്ഷേത്രമായിരുന്നെങ്കിൽ അതൊരു വെറും വിശ്വാസത്തിന്റെ പ്രശ്നം മാത്രമായേനെ. പക്ഷെ ഇത് അയോധ്യയിലെ ബാബറി മസ്ജിദ് തകർത്ത് ക്ഷേത്രം പണിത വിഷയമായതുകൊണ്ട് അത് വെറും വിശ്വാസത്തിന്റെ പ്രശ്നം മാത്രമല്ല, അതൊരു രാഷ്ട്രീയ പ്രശ്നം കൂടിയാണ്. നന്ദി ശ്രീകുമാർ.